കാശ്മീരിലേക്ക് ഒരു സുന്ദര യാത്ര നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഒരുപാട് സമയങ്ങളൊക്കെ വേണ്ടതുകൊണ്ട് തന്നെ പലരും അത് ഉപേക്ഷിക്കാറുണ്ട്. ഭൂപ്രകൃതിയൊക്കെ തന്നെ സുന്ദരവും മനോഹരവുമായ കാഴ്ചയാണ്. നമ്മളുടെ മനസ്സിന് ഏറെ പ്രിയപ്പെട്ട കാഴ്ചകളും നിമിഷങ്ങളും തരുന്ന യാത്രയാണ്. എന്നാൽ 7 മണിക്കൂർ നമുക്ക് ലാഭിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങളെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മുഴുവനായും കേൾക്കുക. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. കാശ്മീർ യാത്ര ഇനി 7 മണിക്കൂർ കുറയ്ക്കാം. ഇത് യൂട്യൂബിൽ വരുന്ന കാര്യമാണ്, ഇത് ഫേക്കാണെന്നൊന്നും വിചാരിക്കേണ്ട. ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലായിട്ട് വാർത്തയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലത്തിലൂടെ യാത്ര ചെയ്യുക എന്നത് ഒരു സുന്ദര നിമിഷമായിരിക്കുമല്ലേ. ആ യാത്ര വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണെങ്കിലോ പറയുകയേ വേണ്ട. ഇത്തരമൊരു യാത്ര സ്വപ്നം കാണുന്നവരായിരിക്കും യാത്രാപ്രേമികളെല്ലാം. എന്നാൽ ഇനി ഇത് സ്വപ്നം മാത്രമായി അവശേഷിക്കുകയില്ല. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലത്തിലൂടെ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ന്യൂഡൽഹി ശ്രീനഗർ വന്ദേ ഭാരത് അടുത്ത വർഷം, അതായത് 2025 ജനുവരിയിൽ സർവീസ് തുടങ്ങുമെന്നാണ് റിപ്പോർട്ട്. കാശ്മീരിനെയും ന്യൂഡൽഹിയെയും ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്നാണ് റെയിൽവേ സഹമന്ത്രി രവ്നീത് സിംഗ് വ്യക്തമാക്കിയത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് റെയിൽവേ പാലത്തിലൂടെയാണ് ഈ സെമി ഹൈസ്പീഡ് ട്രെയിൻ കടന്നുപോവുക. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് ചില പ്രവൃത്തികൾ കൂടി പൂർത്തിയാകാനുണ്ട്. അതിവേഗത്തിലാണ് ഇവിടെ നിർമ്മാണം നടക്കുന്നത്. 2 മാസത്തിനുള്ളിൽ ഇവയെല്ലാം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ ജനുവരിയിൽ തന്നെ കാശ്മീരിലേക്കുള്ള റെയിൽ ഗതാഗതത്തിൽ വിപ്ലവകരമായ മാറ്റത്തിന് അവസരം ഒരുങ്ങും. ഖത്രയ്ക്കും റിയാസിക്കും ഇടയിലുള്ള 17 കിലോമീറ്റർ ദൂരത്തിൽ കൂടി ജോലികൾ പൂർത്തിയാക്കാനുണ്ട്. ഇത് പൂർത്തിയായി പരീക്ഷണയോട്ടവും കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഒഴിവുകൂടി പരിഗണിച്ചാവും ഉദ്ഘാടന തീയതി പ്രഖ്യാപിക്കുക. കാലാവസ്ഥ പ്രതികൂലമാകുമ്പോഴെല്ലാം തന്നെ കാശ്മീരിലേക്കുള്ള ഗതാഗതം നിലയ്ക്കാറുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് പുതിയ പാത ഒരുങ്ങുന്നത്. വിനോദസഞ്ചാരികൾക്ക് ഡൽഹിയിൽ നിന്ന് കശ്മീരിലേക്ക് അതിവേഗം എത്താമെന്നതും ചെനാബ് പാലത്തിലൂടെ കാഴ്ചകൾ കണ്ട് കടന്നു പോകാനും കഴിയും. ടൂറിസം മേഖലയ്ക്ക് പുറമെ വാണിജ്യ മേഖലയ്ക്കും വന്ദേ ഭാരതിൻ്റെ കടന്നുവരവ് വളരെയധികം പ്രയോജനപ്പെടും. ചരക്ക് വാഹനങ്ങൾ കടന്നു പോകുന്ന കശ്മീർ ന്യൂഡൽഹി ഹൈവേയിൽ ശൈത്യകാലത്ത് സർവീസ് മുടങ്ങുമെന്നത് പതിവ് കാഴ്ചയാണ്. ന്യൂഡൽഹിയിൽ നിന്ന് കശ്മീരിലേക്ക് വന്ദേ ഭാരത് വരുന്നതോടെ ചരക്ക് നീക്കത്തിനുൾപ്പെടെ സഹായകമാകും. കശ്മീർ ജനതയ്ക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ അതിവേഗം ഡൽഹിയിലെത്തിക്കാനും സാധിക്കും. 1500-നും 2100 രൂപയ്ക്കും ഇടയിലാവും വന്ദേ ഭാരതിൻ്റെ ടിക്കറ്റ് നിരക്ക് എന്ന് മന്ത്രി രവ്നീത് സിംഗ് പറയുന്നു. ജമ്മു, മാതാ വൈഷ്ണോ ദേവി എന്നിവിടങ്ങളിലും ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ടാവും. 11 AC 3 ടയർ കോച്ചുകൾ, 4 AC 2 ടയർ കോച്ചുകൾ, ഒരു ഫസ്റ്റ് AC കോച്ച് എന്നിവയാകും കശ്മീർ വന്ദേ ഭാരതിലുണ്ടാവുക. സർവീസ് ആരംഭിക്കുന്നതോടെ നിലവിൽ ഡൽഹിയിൽ നിന്ന് കശ്മീരിലേക്ക് 20 മണിക്കൂർ വേണ്ട യാത്രാ സമയം 13 മണിക്കൂറായി ചുരുങ്ങും. വളരെ ഹെൽപ്ഫുള്ളായൊരു വാർത്തയല്ലേ. അപ്പോൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക. പൊതു അറിയിപ്പുകൾക്കും ഇതുപോലുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.